So children, today we will learn about the brain, that is central nervous system. So നമ്മുടെ ബ്രെയിനിന്റെ എന്തൊക്കെയാണ് പാർട്സുകൾ അതൊക്കെയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. So as I already told you, all our functions, body functions are controlled by brain. Brain receives information, interprets messages and sends instructions to the body system through spinal cord and nerves. So this is our brain. എല്ലാവർക്കും അറിയാമല്ലേ? So brain is enclosed and protected by a bony structure called skull. There is a fluid that fills the space between the skull and the brain. The fluid serves as a cushion against injuries. അല്ലേ? എല്ലാവർക്കും അറിയാം നമ്മുടെ ബ്രെയിൻ ഉള്ളത് എന്തിനാണ്? തലയോട്ടിക്ക് അകത്താണ് ഇരിക്കുന്നത് അല്ലെ? നമ്മുടെ തലയോട്ടിയാണ് ഏറ്റവും പുറത്ത് കാണുന്നത്. ദാറ്റ് ഈസ് കോൾഡ് വാട്ട്? സ്കൾ. സോ സ്കള്ളിനകത്ത് പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് നമ്മുടെ ബ്രെയിൻ ഇരിക്കുന്നത്. ഓക്കെ, സോ തലയോട്ടി വെളിയില്. Okay, so the brain is enclosed and protected by a bony structure called what? Skull. ബ്രെയിനിന്റെ വെളിയിൽ കാണുന്ന ഭാഗം, outer covering, that is called skull. It is a bone, അല്ലെ? നമ്മുടെ bony structure ആണ്. That will come under skeletal system. Skeletal systemത്തിനാണ് നമ്മുടെ skull വരുന്നത്. So ആ skull-ആൽ എന്താണ്? പ്രൊട്ടക്റ്റഡ് ആണ് നമ്മുടെ ബ്രെയിൻ. So there is a fluid that fills the space between the skull and the brain. So നമ്മുടെ തലയോട്ടിയുടെയും തലച്ചോറിന്റെയും ഇടയിലായിട്ട് എന്താണ്? ഒരു ഫ്ലൂയിഡ് ഉണ്ട്. സോ there is ആ ഒരു ഗ്യാപ്പിന്റെ ഇടയിലാണ് നമുക്ക് ആ ഫ്ലൂയിഡ് കാണുന്നത്. സോ ഒരു കുഷിന്റെ എഫക്റ്റ് ആണ് നമ്മുടെ ബ്രെയിനിന് എന്താണ് ഈ ഫ്ലൂയിഡ് നൽകുന്നത്. അതായത് നമ്മുടെ തലയോട്ടിയുടെയും സ്കള്ളിന്റെയും ബ്രെയിനിന്റെയും ഇടയിലായിട്ട്, അല്ലെ? സോ ഇടയിലായിട്ട് നമ്മൾ പഠിച്ചു എന്താണ്? ജോയിന്റിന്റെ അവിടെയായിട്ടും there is a fluid. നമ്മള് ലാസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചു അല്ലെ? നമ്മുടെ ജോയിന്റ്സിന്റെ അവിടെ എന്താണ്? ഒരു ലൂബ്രിക്കന്റ് നമുക്ക് കാണാന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. സിമിലർലി ഇവിടെ നമ്മുടെ ബ്രെയിനകത്തും സ്കള്ളിന്റെയും ബ്രെയിനിന്റെയും ഇടയിലുള്ള പോർഷനിൽ there is a fluid that serves as a cushion against injuries. നമ്മുടെ ബ്രെയിനിന് എന്താണ്? ഡബിൾ പ്രൊട്ടക്ഷൻ ആണ് അപ്പൊ, അല്ലെ? എന്താണ്? ഔട്ടർ കവറിങ്, സ്കള്ളും ഒരു പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട്. അതുകൂടാതെ അതിന്റെ അകത്ത് എന്താണ്? ഒരു ലിക്വിഡും വരുന്നുണ്ട്. സോ അവർ ബ്രെയിൻ ഈസ് ഡബിൾ പ്രൊട്ടക്റ്റഡ്. ഈ എല്ലാ ഇഞ്ചുറീസും നമുക്ക് ഡബിൾ പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്, ബോത്ത് ദ സ്കൾ ആൻഡ് ദ ഫ്ലൂയിഡ്. ഓക്കെ, ദെൻ there are three main parts of brain. ബ്രെയിനെ നമ്മൾക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, സോ ഈച്ച് പാർട്ട് പെർഫോംസ് ഡിഫറെന്റ് ഫങ്ഷൻ. ഓരോ പാർട്ടിനും ഓരോ ഡിഫറെന്റ് ഫങ്ഷൻസ് ആണ് ഉണ്ടാവുക. Okay, so the first part is called what? Cerebrum. Okay, so what is a cerebrum? It is the largest part of the brain. നമ്മുടെ ബ്രെയിനിലുള്ള ഏറ്റവും വലിയ പോർഷനെയാണ് നമ്മൾ ബ്രെയിൻ എന്ന് പറയുന്നത്. It is divided into right and left hemispheres. It receives signals from sense organs and instructs the various parts of the body to act accordingly. It controls your thinking, learning and memory. So we can see the cerebrum here. This is the outer, the largest part, alle nammade തലച്ചോറിലുള്ള ഏറ്റവും വലിയ ഭാഗമാണ് cerebrum എന്ന് പറയുന്നത്. So our brain is divided into three parts. The major part, it is called what? Cerebrum. It is divided into two parts. സെറിബ്രത്തിനെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്താണ്? റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹെമിസ്ഫിയേഴ്സ്. സോ നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ നോക്കിയാൽ, നമ്മളെ ഫ്രണ്ട് വ്യൂ നോക്കിയാൽ അറിയാം, ഇങ്ങനെ രണ്ടായിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. റൈറ്റ് ഹെമിസ്ഫിയർ ആൻഡ് ലെഫ്റ്റ് ഹെമിസ്ഫിയർ. റൈറ്റും ലെഫ്റ്റും ഇങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ ഒരു പോർഷൻ വെച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നോർമലി പറയുന്നത് ലെഫ്റ്റ് സൈഡ് ആണ് നമ്മുടെ ലോജിക്കൽ സൈഡ്. അതായത് നമ്മള് ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും അല്ലെങ്കിൽ കാൽക്കുലേഷൻസ് ചെയ്യുന്നതും എല്ലാം നമ്മുടെ ലെഫ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ കൊണ്ടാണ് ചെയ്യുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അതേസമയം റൈറ്റ് പാർട്ട് കൊണ്ട് എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ക്രിയേറ്റീവ് തിങ്കിങ്. ആർട്ടിസ്റ്റ് ഒക്കെ ഉണ്ടാവില്ലേ, ക്രിയേറ്റീവ് റൈറ്റ്, ചിത്രങ്ങൾ വരയ്ക്കാനും പോയം, കവിത എഴുതാനും അങ്ങനത്തെ ക്രിയേറ്റീവ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? റൈറ്റ് പാർട്ട് കൊണ്ടാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, സോ സെറിബ്രം ഈസ് ഡിവൈഡഡ് ഇൻടു ടു, ദാറ്റ് ഈസ് റൈറ്റ് ഹെമിസ്ഫിയർ ആൻഡ് left hemisphere.
So what is the function of cerebrum? It receives signals from the sense organs and instructs the various part of the body to act accordingly. So എന്താണ് സെൻസ് ഓർഗൻസ്? നമ്മുടെ ചെവി, മൂക്ക്, കാത്, കണ്ണ്. സോ ഇതിൽ നിന്നുള്ളൊക്കെ ഞാൻ പറഞ്ഞു, എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, ഒരു വസ്തുവിനെ നമ്മൾ കാണുന്നുണ്ട്. സോ അത് എന്താണ് കണ്ടത്, അവിടുന്ന് ഉള്ള ആ നമ്മളൊരു വസ്തുവിനെ കണ്ടിട്ട് ആ മെസ്സേജ് നേരെ നമ്മുടെ ബ്രെയിനിൽ പോകുന്നെന്ന് പറഞ്ഞു. സോ എവിടെയാണ് ബ്രെയിനിന്റെ ഏത് പാർട്ടിലാണ് അവിടെ പോകുന്നത്? ഇറ്റ് ഗോസ് ടു ദ സെറിബ്രം. ഓക്കെ, ഇറ്റ് റിസീവ് സിഗ്നൽസ് ഫ്രം ദ സെൻസ് ഓർഗൻസ് ആൻഡ് ഇൻസ്ട്രക്ട് ദ വേരിയസ് പാർട്ട് ഓഫ് ദ ബോഡി ടു ആക്ട് അക്കോർഡിംഗ്ലി. സോ അതിൽ നിന്നുള്ള മെസ്സേജ് എന്താണ് നമ്മുടെ ബോഡിക്ക് പാസ് ചെയ്യാന്നുള്ള ഫംഗ്ഷൻ ആണ് നമ്മുടെ സെറിബ്രം എന്നുള്ള ഒരു പാർട്ട് ചെയ്യുന്നത്. സോ എന്താണ് നമ്മുടെ സെൻസ് ഓർഗൻസിന്റെ സിഗ്നൽസ് എല്ലാം പോകുന്നത് എവിടെയാണ്? നമ്മൾ ഒരു വസ്തുവിനെ കാണുകയോ അല്ലെങ്കിൽ നമ്മൾ ഒരു പാട്ട് കേൾക്കുകയോ, ഓക്കെ, നമ്മൾ എന്തെങ്കിലും ഒരു വസ്തുവിന് ഒരു ഫ്ലവർ മണക്കുകയോ, സോ അങ്ങനെയുള്ള സെൻസ് ഓർഗൻസ് എന്നുള്ള ആ സിഗ്നൽസ് നമ്മുടെ ബ്രെയിനിലേക്ക് പോവുകയാണ് അല്ലെ. ബ്രെയിനിലെ ഏത് പാർട്ടിലേക്കാണ് പോകുന്നത്? സെറിബ്രത്തിലേക്കാണ് പോകുന്നത്. അവിടുന്ന് അതിന്റെ ഇന്റർപ്രിട്ടേഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ ബോഡിയിലേക്ക് തിരിച്ചെത്തുകയാണ്. നമ്മൾ ഏത് വസ്തുവിനെ കണ്ടു അല്ലെങ്കിൽ നമ്മൾ എന്താണ് കേൾക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നത് തിരിച്ച് നമ്മുടെ ബ്രെയിനിൽ നിന്ന് ബോഡിയിലേക്ക് വരുമ്പോഴാണ്. സോ ദാറ്റ് പാർട്ട് ഈസ് കൺട്രോൾഡ് ബൈ വിച്ച് പാർട്ട് ഓഫ് ദ ബ്രെയിൻ? ദാറ്റ് ഈസ് cerebrum. It controls your thinking, learning and memory. നമ്മുടെ ഓർമ്മ ശക്തിയെയും നമ്മൾക്ക് ചിന്തിക്കാനുള്ള ശക്തിയെയും, നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളും എന്ത് കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള കാര്യങ്ങളും, സോ ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ബ്രെയിനകത്തെ എന്താണ്? സെറിബ്രം എന്ന് പറഞ്ഞ പാർട്ടിലാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ഓക്കെ, സോ അവർ ബ്രെയിൻ ഈസ് ഡിവൈഡഡ് ഇൻടു 3 main parts. That is, first part is cerebrum. That is the largest part of the brain. Cerebrum is further divided into 2. That is right and left hemispheres. So as I already told you, left part is for your logical side. That is for thinking. You can do calculations. നമ്മൾ അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നത് എവിടെയാണ്? ലെഫ്റ്റ് ഹെമിസ്ഫിയർ കൊണ്ടാണ്. റൈറ്റ് ഹെമിസ്ഫിയർ ഇറ്റ് ഈസ് ഫോർ ക്രിയേറ്റീവ് സൈഡ്. ക്രിയേറ്റീവ് ആയിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യാറുണ്ട് അല്ലെ. സോ ആ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് എവിടെയാണ്? റൈറ്റ് ഹെമിസ്ഫിയറിലാണ്. സോ ഇൻ ടോട്ടൽ വാട്ട് യുവർ സെറിബ്രം ഡു? ഇറ്റ് റിസീവ്സ് സിഗ്നൽസ് ഫ്രം ദ സെൻസ് ഓർഗൻസ്. സെൻസ് ഓർഗൻസ് ഉള്ള സിഗ്നല് നമ്മുടെ ഇന്റർപ്രിട്ടേഷന് വേണ്ടിയിട്ട് ബ്രെയിനിന്റെ ഏത് പാർട്ടിലാണ് പോകുന്നത്? ഇറ്റ് ഗോസ് ടു ദ cerebrum and instructs the various part of the body to act accordingly. So നമ്മുടെ വേരിയസ് പാർട്ടിന്റെ പല കാര്യങ്ങളും നമ്മുടെ സെൻസ് ഓർഗൻസ് ഉള്ള സിഗ്നൽസ് നമ്മുടെ സെറിബ്രത്തിൽ പോയിട്ട് അവിടെ ഇന്റർപ്രിട്ടേഷൻ കഴിഞ്ഞിട്ട് ആ മെസ്സേജസ് നമ്മുടെ ബോഡിയിലേക്ക് തിരിച്ചെത്തിക്കുക എന്നുള്ള ഒരു ഫംഗ്ഷൻ ആണ് നമ്മുടെ സെറിബ്രത്തിൽ നടക്കുന്നത്. ഇറ്റ് കൺട്രോൾസ് യുവർ തിങ്കിങ്, ലേണിംഗ് ആൻഡ് മെമ്മറി. I hope it's clear. Now you can watch this video also. In this module, you will learn the different parts and functions of our nervous system. In this module,
skeletal system of the nervous system.